സ്വദേശം കണ്ണൂർ കതിരൂരാണ് ഇപ്പൊ താമസിക്കുന്നത് എന്നാണ്. ചിത്രാങ്കണം കളക്റ്റീവ് ഓഫ് ആർട്ട് ടീച്ചേഴ്സ് ആണ്. അതായത് ആ ചിത്രകലാ അധ്യാപകരുടെ ഒരു 30 പേരടങ്ങുന്ന ഒരു കൂട്ടമാണ്. നമ്മുടെ തിരുവനന്തപുരം വെളിയിൽ വെച്ചിട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചിത്രാങ്കണം എന്ന പേരിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ ക്യാമ്പ് നടന്നിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം ആ ക്യാമ്പിൽ വന്ന മുഴുവൻ 30 പേരും ആ ഗ്രൂപ്പ് നിലനിർത്തുകയില്ല, വിവിധ കലാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം കോവിഡ് വന്ന സാഹചര്യത്തിൽ ഒരു ഓൺലൈൻ ചിത്ര പ്രദർശനം ഇന്നത്തെ അക്കാദമി സെക്രട്ടറിയായ എബിഎൻ ജോസഫ് ഷാണ് ഉദ്ഘാടനം ചെയ്തത്. ഓൺലൈൻ ചിത്ര പ്രദർശനമായിരുന്നു. കാരോസ്ക്യൂറോ എന്നാണ് അതിന്റെ പേര് നമ്മൾ നൽകിയിരുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന അർത്ഥം വരുന്ന ഒരു വേടാണ്. അത് നമുക്ക് വളരെയധികം സാമൂഹിക മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു എക്സിബിഷൻ ആയിരുന്നു. അതിനുശേഷം തീവല്ലിയിൽ നിന്നും എന്ന പേരില് കുമാരനാശാന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കതിരൂര് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കതിരൂര് വെച്ച് 2 ദിവസത്തെ ക്യാമ്പ് നടന്നിരുന്നു. കതിരൂരിനെ കുറിച്ച് അറിയാലോ, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പഞ്ചായത്തുകളുടെ ആർട്ടുകാരാണ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കതിരൂര്. അവിടെ വെച്ചിട്ടാണ് ക്യാമ്പ് നടന്നത്. അതിന്റെ പ്രദർശനം കതിരൂർ ആർട്ടുകാരിൽ നടന്നു. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട് ചിത്രാങ്കണവും സംയുക്തമായിട്ട് ഡോക്ടർ അംബേദ്കർ ചെയറിന് വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസത്തെ ക്യാമ്പ് നടത്തുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തുകയും ആ ചിത്രങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പഠന വിധേയമായിട്ട് ഇന്നവിടെ എക്സിബിറ്റ് ചെയ്ത് വരികയാണ്.